മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരാരെങ്കിലും നമ്മളെ വിളിക്കണ്ടേ? അവൻ്റെ അമ്മയും അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല, ശരി, അവന് 2 സഹോദരന്മാരും ഉണ്ട്, അവരെ വിളിക്കാനുള്ളൊരു ബാധ്യത ഇവർക്കില്ലേ? അവനെ തൊട്ടടുത്ത് നിർത്തി ചോദ്യം ചെയ്യുന്ന സമയത്തിന് അതിൻ്റെ വീട്ടുകാരെ നമ്പർ ഇടും. അപ്പോൾ അമ്മ അച്ഛനെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു അത് കിട്ടിയില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവനെ അടുത്ത് നിർത്തിയിട്ട് അവൻ്റെ ഫോണും അവരെ കയ്യിലുണ്ടല്ലോ, നിൻ്റെ പാരൻസിനെ അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരെ വിളിച്ചാൽ കിട്ടണ ഒരു നമ്പറിൽ എടുത്ത് കോൾ വിളിച്ച് തരാൻ പറഞ്ഞിട്ട് നമ്മളടുത്ത് അവർക്കൊന്ന് സംസാരിക്കാമായിരുന്നല്ലോ. അവരതൊന്നും ചെയ്തിട്ടില്ല. പിടിച്ചു വെച്ചിട്ടുണ്ട് 100%. കാരണം അല്ലാണ്ട് അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോകില്ല. ഒരു പക്ഷേ അവർ ആ ഫോണെങ്കിലും അവന് കൊടുത്തിരുന്നെങ്കിൽ പുറത്തിറങ്ങി ഞങ്ങളെ വിളിക്കുകയെങ്കിലും അവൻ ഒന്ന് ചെയ്യുമായിരുന്നു. നമ്മളെങ്കിലും അവനൊരു മനസ്സമാധാനം കൊടുക്കുന്ന സംസാരമെങ്കിലും നമ്മളൊന്ന് പറയുമായിരുന്നു. പക്ഷെ അവരതും ചെയ്തിട്ടില്ല. അവർ ഫോൺ ഏറ്റവും അവസാനം പറയുന്നുണ്ട് പോലീസിന് ഫോൺ കൈമാറിയത് പ്രിൻസിപ്പളാണെന്ന് പറയുന്നുണ്ട്. ഈ ഫോൺ അവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ കൊച്ചു ഫോൺ വെച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം വേദനയാണെന്ന് അവരെങ്കിൽ എന്തുകൊണ്ട് പിറകെങ്കിൽ പോയില്ല? അതും അവർ ചെയ്തിട്ടില്ല. ഫോൺ വെച്ചിട്ട് പോയി. അപ്പോൾ അവിടെ എങ്ങനെ അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോകും? എങ്ങനെ വെച്ചിട്ട്? ഇപ്പോഴത്തെ പ്രായത്തിലുള്ള പിള്ളേർ എങ്ങനെയാണ്? അവരെ കയ്യിൽ എപ്പോഴും ഫോൺ അവർ വെച്ചേക്കുള്ളൂ. അപ്പോൾ ഫോൺ ഈ പ്രശ്നം നടന്നിട്ട് അവൻ ഫോൺ അവിടെ വെച്ചിട്ട് അങ്ങ് പോയി. അതുപോലെ അതിനകത്ത് അവർ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത്രയും എന്തോ അവിടെ നല്ല രീതിക്ക് അവനെ പറയാണ്ട് അവൻ ചെയ്യില്ല. കാരണം അവൻ 100% നല്ല രീതിക്ക് പഠിച്ചിറങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു കൊച്ചാണ്. പോരാത്തതിന് ആ കോളേജിൽ ഇത്രയും പ്രശ്നങ്ങളും ഈ പ്രഷറും അവിടുത്തെ പിള്ളേർ മാക്സിമം അനുഭവിക്കുന്നുണ്ട് എല്ലാവരെ കൊണ്ടും. അതുകൊണ്ട് തന്നെ അനിയൻ വീണ്ടും അവൻ എൻട്രൻസ് എഴുതിയാണ് ഇപ്പോഴും. ഇത് അടുത്ത മാസം എക്സാമാണ്. അവൻ ഇവിടെ വന്ന് ബുക്കുകൾ എടുത്തുകൊണ്ട് റൂമിലിരുന്ന് പഠിക്കുകയാണ്. ഒളിച്ചാണ് പഠിക്കണത്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന് വീണ്ടും പ്രശ്നം ഉണ്ടാകും കോളേജിൽ. അവൻ ഒളിച്ച് അവൻ്റെ റൂമിലിരുന്ന് അവൻ്റെ റൂം തുറന്ന് നോക്കിയാൽ അറിയാം അവൻ്റെ നീറ്റിൻ്റെ ടെക്സ്റ്റുകൾ അവൻ ഒളിച്ചുകൊണ്ട് വെച്ചേക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീട്ടിലെ ആപ്ലിക്കേഷൻ എല്ലാം നമ്മുടെ പേരിലാണ് അവൻ അയച്ചത്. വീണ്ടും നീറ്റിന് അവിടെ നിന്ന് രക്ഷപ്പെടണം. MBBS എന്നുള്ളത് അവൻ്റെ മോഹമാണ്, ഡോക്ടർ ആവാന്നുള്ളത് മോഹമാണ് അവൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും അവൻ ട്രൈ ചെയ്യാണ്. അങ്ങനെയുള്ളൊരു കൊച്ചു എന്തിന് ആത്മഹത്യ ചെയ്യണം? അപ്പോൾ അതും ഈ ചെറിയൊരു ലോൺ എമൗണ്ടിന് നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് വിചാരിച്ചാലും പറ്റും ആ എമൗണ്ട് അടയ്ക്കാൻ. അപ്പോൾ അത് നമ്മളെയല്ലേ അവൻ കോൺടാക്റ്റ് ചെയ്യുള്ളൂ. അതൊന്നും അല്ല ഇവിടെ സംഭവിച്ചേക്കണം. ആ റൂമിനകത്ത് എന്ത് സംഭവിച്ചെന്നുള്ളത് അവരിപ്പോഴും ഒന്നും പുറത്ത് വിടുന്നില്ല. ഈ ടീച്ചർ എന്തിന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം? അതെ, ആ ഒരു പൊക്കത്തിൽ നിന്ന് ചാടിയെന്ന് പറയുന്നത് അതൊരു വലിയ പൊക്കമല്ല. ആ വലിയൊരു പൊക്കമായിട്ട് പറയുന്നില്ല. അവർ ആദ്യം പറഞ്ഞ് 3 നിലയുടെ മണ്ടയെന്ന്, പിന്നെ പറഞ്ഞ് 5 നിലയുടെ മണ്ടയെന്ന് ചാടിയെന്ന്. ഇപ്പോൾ ഒരു ഭാഗം കാണിച്ചിട്ട് ആ ഭാഗത്തിൽ നിന്നാണ് അവൻ ചാടിയെന്ന് പറയുന്നത്. ചാടിയ ഭാഗത്ത് വെട്ടുകല്ലിൻ്റെ കിടപ്പുണ്ട്. ആ വെട്ടുകല്ല് ഇടിച്ചു കഴിഞ്ഞാൽ രക്തമൊക്കെ അവിടെ സ്പ്രെഡ് ആവത്തില്ലേ? അങ്ങനെ ഒന്നുമില്ല. അതുപോലെ അവൻ എന്ത് ട്രീറ്റ്മെൻറ്റ് അവിടെ അവർ മെഡിക്കൽ കോളേജിൽ കൊടുത്തു? അവിടെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവർ വേറെ അടുത്ത് കൊണ്ടുപോകാത്തത്. 3 മണിക്കൂറോളം അവൻ ജീവനോടെ ഉണ്ടായിരുന്നില്ലേ? 1:30 ചാടിയുമ്പോൾ 3:30 മരിച്ചത്. എങ്കിൽ പിന്നെ അവർക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടായിരുന്നു അവനാ? അവരതും ചെയ്തിട്ടില്ല. അവർ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തെന്നുള്ളൊരു ഡീറ്റെയിൽസ്. നിതിന്റെ ഇളയ സഹോദരി രാഖി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അവരുടെ സംശയങ്ങൾ പിന്നെയും അവർ ആവർത്തിക്കുകയാണ്. മാത്രമല്ല എല്ലാ ദിവസവും ഒന്നോണം സഹോദരിമാരെ വിളിച്ച് ചെറിയ കാര്യങ്ങൾ പോലും പറയുന്ന ഒരു പയ്യൻ വിദ്യാർത്ഥി ഈ പറയുന്ന ലോണാപ്പിന്റെ പേരിൽ ഭീഷണി ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കുമോ എന്നാണ് അവരുടെ ചോദ്യം. അത് വാലിഡായ ചോദ്യമാണ്, ലോജിക്കലായ ചോദ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.